ഉറ്റ ചങ്ങാതി എന്ന് വിളിച്ചിരുന്ന അമേരിക്കയോടും ഡൊണാൾഡ് ട്രംപിനോടും പോയി പണി നോക്കാൻ ആവശ്യപ്പെട്ട് ഇന്ത്യ ഇറാനൊപ്പം കട്ടക്ക് നിൽക്കാൻ പോകുന്നതിൻ്റെ സൂചന നൽകുകയാണ്. ഇത്രയും കാലം ഇന്ത്യ അമേരിക്കക്കൊപ്പമാണ് എന്നറിഞ്ഞിട്ട് പോലും ഇറാൻ ഈ യുദ്ധസമയത്ത് യാതൊരു വൈരാഗ്യവും ഇന്ത്യയോട് കാണിച്ചിട്ടില്ല. പക്ഷേ അമേരിക്കയാവട്ടെ ഇപ്പോഴും ഇന്ത്യയെ ഉപദ്രവിച്ചു കൊണ്ടേയിരിക്കുന്നു, പല കാര്യങ്ങളും വെറുതെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അതിൻ്റെയൊക്കെ വിരാമം കുറിച്ചുകൊണ്ട് ഇന്ത്യ തങ്ങളുടെ കർത്തവ്യം നിർവഹിക്കുകയാണ്. അതായത് മാസങ്ങൾക്ക് മുൻപ് US ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇറാൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനിയുടെ സംസ്കാര ചടങ്ങുകൾ ജൂലൈ 9 നടക്കുമ്പോൾ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് വിദേശകാര്യ സഹമന്ത്രി പബിത്ര മാർഗരിറ്റ പങ്കെടുക്കുകയാണ്. ബീഹാർ ഗവർണർ ലഫ്റ്റനന്റ് ജനറൽ സയ്യിദ് അദാ ഹസൈനും ചടങ്ങുകളിൽ പങ്കെടുക്കും. സംസ്കാര ചടങ്ങുകളിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിനിധികളായിട്ടാണ് ഇവർ പോകുന്നത്. നരേന്ദ്രമോദിക്ക് അസൗകര്യമുള്ളതിനാൽ ഉപരാഷ്ട്രപതിയെ അയച്ചേക്കുമെന്നും സൂചനയുണ്ട്. അതായത് ജൂലൈ 4 സംസ്കാര ചടങ്ങുകളെല്ലാം ആരംഭിക്കുകയാണ്. മൃതദേഹം ടെഹ്റാനിലെ ഗ്രാൻഡ് മൊസല്ല സമുച്ചയത്തിൽ പൊതുദർശനത്തിന് വയ്ക്കുകയാണ്. തുടർന്ന് ജൂലൈ 9 മഷ്ഹാദിലെ ഇമാം റസ ദേവാലയത്തിൽ സംസ്കരിക്കും. മാർച്ച് 4 അദ്ദേഹത്തിൻ്റെ സംസ്കാരം നിശ്ചയിച്ചിരുന്നുവെങ്കിലും മാസം 4 കഴിഞ്ഞിട്ടും സംസ്കാരം നടന്നിട്ടില്ല. കാരണം യുദ്ധം തന്നെയായിരുന്നു. നേരത്തെ മാർച്ചിൽ നിശ്ചയിച്ചിരുന്ന സംസ്കാര ചടങ്ങുകൾ യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ മാറ്റിവെച്ചത് ലോകത്ത് തന്നെ വലിയ ചർച്ചയായതാണ്. സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കുന്ന ജൂലൈ 4 US-ൻ്റെ സ്വാതന്ത്ര്യ ദിനമാണ് എന്നുള്ളതും ശ്രദ്ധേയമാണ്. അങ്ങനെ കരുതിക്കൂട്ടിയുള്ള ഒരു ദിവസം തന്നെയാണ് ഇറാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത്. 250-ാം സ്വാതന്ത്ര്യ വാർഷികമാണ് US ഇത്തവണ ആഘോഷിക്കുന്നത്. ഫെബ്രുവരി 28 അമേരിക്കയും ഇസ്രായേലും നടത്തിയ ആക്രമണങ്ങളിലാണ് ഖമേനി കൊല്ലപ്പെട്ടതും തുടർന്ന് ഇറാനും അമേരിക്കയും ഇസ്രായേലുമൊക്കെ ഈ ലോകത്തെ തന്നെ ഞെട്ടിപ്പിക്കുന്ന തരത്തിലുള്ള ആക്രമണ പ്രത്യാക്രമണങ്ങൾ നടത്തിയതും. ആക്രമണത്തിൽ അദ്ദേഹത്തിൻ്റെ മകനും പിൻഗാമിയുമായ മുജ്തബ ഖമേനിക്കും പരിക്കേറ്റിരുന്നു. 1979-ൽ ഇസ്ലാമിക് റിപ്പബ്ലിക് സ്ഥാപിതമായ ശേഷം ഇറാൻ്റെ 3ാമത്തെ പരമോന്നത നേതാവാണ് മുജ്തബ. ഖമേനിക്കൊപ്പം മകൾ സഹ്ദ ആദിൽ, അതുപോലെ ഭർത്താവ് മിസ്ബ അൽ ഹുദ എന്നിവരും ഇവരുടെ മകനും കൊല്ലപ്പെട്ടിരുന്നു. ഖമേനി ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്ത ഒരു യോഗത്തിനിടെയാണ് ഓഫീസ് സമുച്ചയത്തിന് നേരെ ആക്രമണം നടത്തി കൊലപാതകവും നടത്തിയത്. ഇറാൻ പ്രതിരോധ മന്ത്രി അസീസ് നസീർ സാദ, ഖമേനിയുടെ സുരക്ഷാ ഉപദേഷ്ടാവ് അലി ഷംഖാനി, കമാൻഡർ ജനറൽ മുഹമ്മദ് കപൂർ, അതുപോലെ മറ്റു പ്രമുഖരും ഇതിൽ കൊല്ലപ്പെടുകയാണ് ഉണ്ടായത്. ഏതായാലും യുദ്ധം അവസാനിക്കാറായ ഈ വേളയിൽ ആർക്കാണ് വിജയം എന്ന് പറയാൻ കഴിയില്ലെങ്കിലും 100% ഉറപ്പിക്കാം, വിജയം ഇറാന് തന്നെയാണ്. കാരണം നമുക്കറിയാം, ഒരാഴ്ചക്കുള്ളിൽ ഇറാനെ തകർത്ത് ഈ ലോകം തന്നെ കാൽ കീഴിലാക്കാമെന്നും പറഞ്ഞിറങ്ങി പുറപ്പെട്ട അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഈ നീണ്ട 4 മാസം കഴിഞ്ഞിട്ടും ഇറാനെ ഒരു ചുക്കും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അവസാനം പരസ്പരം പറഞ്ഞ് രണ്ടുപേരുടെയും സമ്മതത്തോടെ തന്നെ യുദ്ധം നിർത്തുകയാണ്. അതിനിടയിൽ ഇസ്രായേലും അമേരിക്കയും തമ്മിൽ തെറ്റിപ്പിരിയാനും നിൽക്കുകയാണ്. അവസാനം അമേരിക്ക ഇറാൻ്റെ കാലു പിടിച്ച് യുദ്ധം നിർത്തേണ്ടുന്ന ഒരു ഗതികേടും വന്നിരിക്കുന്നു. അതോടെ ഈ ലോകരാജ്യങ്ങൾ ഇറാൻ്റെയും അമേരിക്കയുടെയും ശക്തി എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി ജൂലൈ 9 കൂടി കഴിയുമ്പോഴേക്കും ആർക്കൊപ്പമാണ് ഈ ലോകമെന്ന് മനസ്സിലാകും. ഏതായാലും ഇന്ത്യ ഇറാൻ്റെ ആതിഥേയത്വം സ്വീകരിച്ചു കഴിഞ്ഞു.